ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി എന്തിനു വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ മീഡിയയും സോഷ്യൽ മീഡിയയും മലയാളികളും ഒക്കെ ഇത്രയും വേട്ടയാടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു 10-23 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയല്ലേ ഇത് എന്നുള്ള രീതിയിൽ ഞാനൊരു ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെല്ലാം തരത്തിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഡയലോഗ് അടിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ 2-3 ദിവസമായിട്ട് ഗ്രീഷ്മ കേസിൻ്റെ അപ്ഡേറ്റുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രീഷ്മ കോടതിയിൽ പറയുന്നു എനിക്ക് 23 വയസ്സേ ഉള്ളൂ, എനിക്ക് പഠിക്കണമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം വേറൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ജീവപര്യന്തം കിട്ടിക്കഴിഞ്ഞാൽ 38ാമത്തെ വയസ്സ് ഞാൻ പുറത്തിറങ്ങി വരും, അതിനുശേഷം ഞാൻ ജീവിച്ചോളാം എന്നുള്ള രീതിയിലൊക്കെ ഡയലോഗ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഇവരെന്ത് തരത്തിലുള്ള ക്രിമിനലാണ് എന്ന് ഞാൻ ശ്രദ്ധിക്കുകയാണ്. എന്നാൽ ഈ ക്രിമിനലായിട്ടുള്ള ഈ പെൺകുട്ടിയെ നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പാവം പെൺകുട്ടി, പഠിക്കാൻ ഭയങ്കര ബുദ്ധിയുള്ളവൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ പരിഗണന പലപ്പോഴും ഇവർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ക്രിമിനലായിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ നീതിയാണോ കൊടുക്കുന്നത്? അല്ല, പെൺകുട്ടിയാണെങ്കിൽ സ്ത്രീയാണെന്നെങ്കിൽ ഒരു പ്രത്യേക പരിഗണന. ഇപ്പോൾ ഒരു കേസിൽ അകപ്പെട്ട സ്ത്രീ പുരുഷനും സ്ത്രീകളുടെ മുഖം പലപ്പോഴും മറച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ പേര് പറയാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് മടിയാണ്, ഇവരുടെ മുഖം കാണിക്കാറില്ല. ഇപ്പം നിവിൻ പോളിയുടെ കേസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിവിൻ പോളിയുടെ കേസിൽ ഒരു സ്ത്രീ ഒരു മീഡിയയിൽ വന്നിരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവരുടെ മുഖം നമ്മൾ ഇപ്പോഴും കണ്ടിട്ടില്ല, സംസാരിക്കാൻ തുടങ്ങി. നിവിൻ പോളി ദുബായ് വെച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് മയക്കുമരുന്ന് നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിവിൻ പോളി എന്ന് പറഞ്ഞ വ്യക്തിയെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ഇവരെങ്ങ് ചെയ്തു വെച്ച് അവസാനം എന്തായി? നിവിൻ പോളി ദുബായിലും പോയിട്ടില്ല, ഇവർ തമ്മിലും കണ്ടിട്ടുമില്ല. ഇപ്പോഴും ഈ സമയത്ത് ഏതെങ്കിലും ഒരു മീഡിയ ആ സ്ത്രീയുടെ മുഖം നിങ്ങളെ കാണിച്ചോ? ഈ നിവിൻ പോളി എന്ന് പറയുന്ന ആക്ടറിനെ ലോകം മുഴുവൻ ഇട്ട് നാറ്റിച്ചൊരു സ്ത്രീ, കാശടിച്ച് മാറ്റാൻ വേണ്ടി അല്ല, എന്തുവാ കാശടിച്ച്, ഇതൊക്കെ ക്രിമിനൽസ് ആണെന്ന്. അപ്പോൾ ഇവിടെ എന്തുവാ 2 തരത്തിലുള്ള നിയമം. സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ മീഡിയക്കാർ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ മുഖം പലപ്പോഴും കാണിക്കാറില്ല. ഇവരുടെ 2 പെൺകുട്ടികൾ പിടിയിൽ ഒരു ആൺകുട്ടി, പിന്നെ അവൻ്റെ അഡ്രസ്സും മാപ്പും കിട്ടും. ആ പെൺകുട്ടിയുടെ ഒരറിവും എവിടെയും കാണാറില്ല. എവിടെ നോക്കിയാലും സ്ത്രീക്ക് പരിഗണന കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തൊരു പരിഗണനയാണ്? ക്രിമിനൽ ആണെങ്കിൽ 2 പേരെ ഒരുപോലെ കണ്ടുകൂടെ? എന്തിനു വേണ്ടിയാണ് പെൺകുട്ടിക്ക് ഒരു പരിഗണന എന്നുള്ള രീതിയിൽ? ഇത് നിങ്ങൾ ജോളി കേസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജോളി കേസിൽ ഇത് തന്നെയാണ് അവസ്ഥ. ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് ഒരു പശ്ചാത്താപവും ഇല്ലാതെ കൊച്ചു കുട്ടി ഉൾപ്പെടെയാണ് സ്വത്തിന് വേണ്ടിയില്ലാതൊക്കെ. ഇവിടെ കേരളത്തിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് സ്ത്രീ അമ്മയാണ് ദേവിയാണെന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ സ്ത്രീകൾക്കിടയിൽ നല്ല ഒന്നാന്തരം ക്രിമിനൽസ് ഉണ്ട്. ഇപ്പോൾ പഴയ പോലെ അമ്മയെ ദേവി എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ക്രിമിനലിനെ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പം സ്വത്തിന് വേണ്ടിയൊക്കെ ആൾക്കാരെ ഇല്ലാതാക്കുന്ന രീതിയിൽ നിരവധി സ്ത്രീകളുണ്ട്. ഇപ്പോൾ ഒരു കോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, ഡിവോഴ്സ് കേസ് വരും. ഈ ഡിവോഴ്സ് കേസൊക്കെ വരാൻ നേരത്ത് കോടതി ചെല്ലാന്നിട്ട് നമ്മൾ അടുത്ത കാലത്ത് എത്ര വിഷ്വൽസ് കണ്ടു? സ്ത്രീകൾ വന്നിട്ട് ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ ഇത്ര ഭാഗം വേണം, ഇത്ര ലക്ഷം രൂപ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കോടതിയിൽ ജഡ്ജി ചോദിക്കുകയാണ് നിങ്ങൾ സ്ത്രീയല്ലേ, അധ്വാനിച്ച് ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്നൊരവസ്ഥ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ മതി എക്സ്പെരിമെൻറ്റ് വീഡിയോസ് വരാറുണ്ട്. ചില ആൾക്കാർ മയക്കുമായിട്ട് ചില പെൺകുട്ടികളുടെ അടുത്തൊക്കെ ചെയ്യും. അപ്പോൾ വളരെ ഓപ്പൺ ആയിട്ട് പെൺകുട്ടികൾ പറയുന്നത് എന്തറിയോ? ഒരാളെ കെട്ടണം, ഒരു കുട്ടി ഉണ്ടാകണം, അതിനുശേഷം അതിനെ ഡിവോഴ്സ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം. ഇത്തരത്തിൽ മൈൻഡ് സെറ്റുള്ള സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാർ. ക്യാഷ് എങ്ങനെ ഉണ്ടാക്കാം? ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയാവുന്നവരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും. പലപ്പോഴും നല്ല രീതിയിൽ പൈസ തട്ടുന്ന രീതിയിലേക്ക് ഇതൊരു ബിസിനസ്സായി മാറുന്നുണ്ട്. പാവം പിടിച്ച് ഏതെങ്കിലും ഒരു പയ്യനെ നോക്കി വെക്കും, അത്യാവശ്യം കാശുണ്ടെങ്കിൽ നോക്കി വെക്കും, കല്യാണം കഴിക്കും, കുറച്ചൊക്കെ നാൾ കഴിയും, ഒരു ഡിവോഴ്സ് കേസ് കൊടുക്കും, കോടതി ചെല്ലാന്നിട്ട് ജീവിത ചെലവ് വേണമെന്നും പറഞ്ഞ് ഒരു പേപ്പർ എഴുതി കൊടുക്കും. എന്നിട്ട് അവൻ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അതിന് ഷെയർ കൊടുക്കണം. അവൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൻ്റെ ഒരു ഭാഗവും മേടിച്ചുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് പോകും. ഇതെന്തൊരു നിയമമാണ്? ഈ നിയമമൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട്, കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതുണ്ട്. സ്ത്രീകൾക്കിടയിൽ നല്ല ഒന്നാന്തരം ക്രിമിനൽസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന വാർത്തകളൊക്കെ എന്താ? കല്യാണം കഴിച്ച സ്ത്രീ, ഒരു കുട്ടിയുണ്ട്, കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. കുഞ്ഞിനെ കൊന്നു കളഞ്ഞിട്ട് ഒളിച്ചോടിപ്പോകുന്ന ആൾക്കാരുടെ എത്ര വാർത്തകൾ നമ്മൾ കാണുന്നു. സ്വന്തം കുഞ്ഞിനെ കൊന്നു കളയുന്ന അമ്മമാരുടെ എത്ര വാർത്തകൾ നമ്മൾ അടുത്ത കാലത്ത് കണ്ട്. എന്നുണ്ടെങ്കിൽ ഞാനെടുത്ത് തരാം, എത്ര വാർത്ത വേണം? ഇതുപോലെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ കടലിലെറിഞ്ഞു കൊന്നു, കുഞ്ഞിനെ കിണറിലിട്ടു, കാമുകൻ്റെ കൂടെ അമ്മയെ ഒളിച്ചോടി എന്നുള്ള രീതിയിൽ വാർത്തകൾ എത്ര വേണം? എത്ര വാർത്തകൾ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. വേറെ കുറേ തെളിവുണ്ട്, ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഈ പീഡന കേസിനകത്ത് കുറേ പരിപാടികളുണ്ട്. ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നേരെ കൊണ്ട് പീഡന പരാതി കൊടുക്കും. എത്ര വ്യാജ പീഡന പരാതികൾ! 40 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞ് തിരിച്ച് പുറത്ത് വന്ന പയ്യന്മാരുണ്ട്.
തെറ്റായ രീതിയിൽ പക തീർക്കുന്ന പെൺകുട്ടികളുണ്ട്. ഈ വ്യാജ പോസ്കോ കേസ് യൂട്യൂബിൽ അടിച്ചു നോക്ക്, നിങ്ങൾക്ക് കിട്ടും. എത്ര അധ്യാപകർ ജയിലിൽ കിടന്നു നിങ്ങൾക്കറിയാം. അവസാനം കുറച്ച് നാൾ കഴിയുമ്പോഴാണ് സത്യം വെളി. ഒരു കുട്ടി എന്നിട്ട് അധ്യാപകനോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. കേരളത്തിലെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇതുപോലെ വ്യാജ പീഡന പരാതികൾ കൊടുക്കുന്ന സ്ത്രീകളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ്. നോക്കിയാൽ മനസ്സിലാവും. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. വ്യാജ പീഡന പരാതികൾ നൽകുക, തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊണ്ട് കൊടുക്കും. പിന്നെ വേറെ കുറേ വാർത്ത ഞാൻ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ, രണ്ടുപേർ തമ്മിൽ ഇഷ്ടത്തിലോ അതിനുശേഷം ഇവർ പോവും, ശാരീരിക ബന്ധവും കാര്യങ്ങളൊക്കെ ആവും. കുറേ നാൾ കഴിയുമ്പോൾ ഇവരൊരു പിണക്കം വരും. പെട്ടെന്ന് പോയിട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ പരാതി കൊടുക്കും. ഈ പീഡിപ്പിച്ചു എന്ന് പറയാൻ നേരത്ത് ഒരു പ്രാവശ്യമാണോ? അല്ല, പല പ്രാവശ്യം ഇത്തരത്തിലുള്ള എത്ര വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പലപ്പോഴും നിയമം സ്ത്രീകളോടൊപ്പമാണ് എന്നുള്ള ഒറ്റപ്പേരിൽ ഇവിടെ പല ക്രിമിനൽസ് ആയിട്ടുള്ള സ്ത്രീകളും നിയമത്തെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പച്ചക്കാരും പറയാറില്ല. ഞാനത് പച്ചയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ പച്ചക്കാരും പറയാറില്ല, ഞാനിത് പച്ചയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങളുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് തുല്യവേതനം ലഭിക്കുന്നില്ല, ഇപ്പോഴും ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ ആവശ്യമാണ്, അതിനകത്ത് അഭിപ്രായ വ്യത്യാസം എനിക്കുമില്ല. പക്ഷേ ഇതൊക്കെ മാക്സിമം മിസ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഈ സ്ത്രീകളുടെ കൂട്ടത്തിലുള്ള ക്രിമിനൽസാണ്. അത് തടയേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഇരകളാക്കപ്പെടുന്നവരാണ്. ഇപ്പോൾ കോടതിയിൽ ഒരു കേസ് വരുന്നു, ഇപ്പോൾ വ്യാജ പീഡന പരാതി കൊടുക്കുന്നു, അകത്ത് പോയി കിടക്കണം, നാട്ടിൽ മുഴുവൻ അവൻ നാറുകയാണ്. എന്തിനും ഈ നിവിൻ പോളിയുടെ കേസ് തന്നെ നോക്കുക. നിവിൻ പോളി അറിയാവുന്നവരെല്ലാം വാർത്ത വായിച്ചില്ലേ? നിവിൻ പോളി ഒരു സ്ത്രീയെ ദുബായിൽ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്ത വന്നത്. അപ്പോൾ എന്താ ആ പെൺകുട്ടിയുടെ മുഖം നിങ്ങൾ കണ്ടോ? ആ പരാതി നൽകിയ ക്രിമിനലിൻ്റെ മുഖം നിങ്ങൾ കണ്ടോ? നമ്മൾ ആരെങ്കിലും കണ്ടോ? ഇതുപോലെ ക്രിമിനൽസിന് നമ്മുടെ സൊസൈറ്റിയിലും നിയമത്തിലും പരിഗണന കിട്ടുന്നുണ്ട്. സ്ത്രീ എന്നൊരു പരിഗണന അത് മാറേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.